മാധ്യമപ്രവർത്തകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, തിരുവമ്പാടി കേന്ദ്രീകരിച്ച് UDF-ൽ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ രസകരം തന്നെയാണ്. കാരണം മണ്ഡലത്തിൻ്റെ പ്രത്യേക സ്വഭാവം പരിഗണിച്ച് ലീഗ് ആ സീറ്റിൽ നിന്ന് പിൻവാങ്ങാൻ ആലോചിക്കുന്നു. പകരം കോൺഗ്രസ് ഏറ്റെടുക്കുമ്പോൾ രണ്ട് സാധ്യതകൾ: ഒന്ന്, അവിടെ VS ജോയിയെ മത്സരിപ്പിക്കുക; അതല്ലെങ്കിൽ കേരള കോൺഗ്രസ് ജോസ് കെ മാണി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം മുന്നണി വിട്ടുവന്നാൽ മലയോര മേഖലകളിലെ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണായകമാവുന്ന ഈ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുക. ഈ രണ്ട് സാധ്യതകളുണ്ട്. പക്ഷേ ലീഗിനും പകരം മറ്റേത് സീറ്റ് എന്നതിൽ തവനൂർ പോലെയുള്ള ചില വിദൂര സാധ്യതകളുണ്ട്. അതിനപ്പുറത്തേക്കുള്ള ആലോചനകൾ ഇതുവരെ നമ്മൾ ചർച്ചയിൽ കേൾക്കുന്നില്ല. ഈ ചർച്ചകൾ അത് പ്രായോഗികമാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് ശ്രീ ജോർജ് പൊടിപ്പാറ? മുമ്പ് സിറേഖ് ജോണിനെ പോലൊക്കെയുള്ള ആളുകൾ മത്സരിച്ച് കോൺഗ്രസിന് വേണ്ടി ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള സീറ്റായിരുന്നു തിരുവമ്പാടി. UDF-ന്റെ പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സുരക്ഷിതമായ ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടിരുന്നൊരു സീറ്റാണ് തിരുവമ്പാടി. പക്ഷെ പിന്നീട് ആ സീറ്റിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, കുടിയേറ്റ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ധാരാളമുള്ള ഒരു മണ്ഡലമാണ്. ആരാണ് മെജോറിറ്റി എന്നുള്ള കൃത്യമായ കണക്ക് എനിക്ക് അറിഞ്ഞുകൂടാ സത്യത്തിൽ. ഇപ്പോൾ ഏത് സമുദായമാണ്, മുസ്ലിം സമുദായ ആണോ അതോ ക്രിസ്ത്യൻ സമുദായമാണോ അവിടെ എണ്ണത്തിൽ മുമ്പിൽ? ഞാൻ വിചാരിക്കുന്ന മുസ്ലിം സമൂഹമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ഏതായാലും വന്നാലും കുടിയേറ്റ കർഷകർ വളരെ പ്രബലമായിട്ടുള്ളൊരു ശക്തിയാണ് ആ മണ്ഡലത്തിൽ. അതുകൊണ്ട് ആണ് കോൺഗ്രസിന് സുരക്ഷിതമായൊരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് അത് പരിഗണിക്കപ്പെട്ടിരുന്നു. പക്ഷെ പിന്നീട് ലീഗ് ആ മണ്ഡലത്തിന് വേണ്ടി പിടിമുറുക്കി. അങ്ങനെ ലീഗ് ആ സീറ്റ് ഏറ്റെടുത്തു. ഈ വിഷയത്തിൽ തിരുവമ്പാടി സീറ്റ് നഷ്ടപ്പെട്ടതിൽ കോൺഗ്രസിന്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിന് വലിയ എന്താ പറയാ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. മാത്രമല്ല ആ മേഖലയിലെ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർക്കും തിരുവമ്പാടി പോലുള്ള സീറ്റ് ലീഗിന് വിട്ടുകൊടുത്തതിനെ സംബന്ധിച്ച് ചില എതിരഭിപ്രായങ്ങളുണ്ട്. അവിടെ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥി വേണം എന്നുള്ളൊരു ചിന്തയൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ അവിടുത്തെ ഒരു ഈ പറഞ്ഞ രീതിയിൽ VS ജോയി മത്സരിച്ചാൽ സ്വാഭാവികമായിട്ടും തിരുവമ്പാടി ഒരു സേഫ് മണ്ഡലമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നത്. VS ജോയിയെ പോലെ ഒരാളെ മത്സരിപ്പിച്ചാൽ തിരുവമ്പാടി പിടിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ വന്നാൽ ഈ പറഞ്ഞ പോലെ ലീഗിന് പകരം ഏത് സീറ്റ് കൊടുക്കും എന്നുള്ളൊരു ചോദ്യം വരും. ലീഗ് ഏത് സീറ്റിനാണ് ഡിമാൻഡ് ചെയ്യുക? ഒരു ഉറച്ച അല്ലെങ്കിൽ ഒരു മെച്ചപ്പെട്ട സീറ്റ് എന്നുള്ള നിലയ്ക്ക് UDF-ന് സുരക്ഷിതമായ ഒരു സീറ്റ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് കരുതുന്ന സാഹചര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ച പോലെ തവനൂർ പോലുള്ളൊരു മണ്ഡലം വിട്ടുകൊടുക്കേണ്ടി വരുമോ, അതല്ലെങ്കിൽ അതിനേക്കാൾ സുരക്ഷിതമായ മറ്റൊരു മണ്ഡലം വിട്ടുകൊടുക്കേണ്ടി വരുമോ എന്നുള്ളത് അറിയാൻ വയ്യ. എന്തായാലും ഈ തിരുവമ്പാടിയിൽ PV അൻവർ നേരത്തെ തിരുവമ്പാടി സീറ്റിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു ധാരണയൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം ബേപ്പൂരിൽ UDF-ന് വേണ്ടി മത്സരിക്കാന്നുള്ളൊരു വാഗ്ദാനം മുന്നോട്ട് വെച്ചു. ഏതായാലും ഇതെല്ലാം പരിഗണിക്കുമ്പോൾ തിരുവമ്പാടിക്ക് വേണ്ടി വലിയൊരു തർക്കം ഇത്തവണ ഉണ്ടാവില്ല. പക്ഷെ ലീഗ് വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. എന്നാൽ അവർക്ക് പകരം അതുപോലെ സുരക്ഷിത ഒരു മണ്ഡലം വേണമെന്നുള്ളതാണ് ഇത്തവണ UDF-ന്റെ മുമ്പിലുള്ള അജണ്ട. ഏറ്റവും പ്രധാനമായിട്ട് എല്ലാ ഘടകകക്ഷികളും, കോൺഗ്രസും ഘടകകക്ഷികളും എല്ലാം ഒരുപോലെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് വിന്നബിലിറ്റിയാണ് ഏറ്റവും പ്രധാനം. ആര് നിന്നാലാണ് വിജയിക്കുക? ഒരുപക്ഷെ ജോസ് കെ മാണിയുടെ പാർട്ടി എന്തായാലും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നണി മാറാനുള്ള സാധ്യതയില്ല. ആ സാധ്യത ഇല്ലാത്ത സാഹചര്യം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം ഏതെങ്കിലും വലിയ ഒരു വിജയം UDF-ന് ഉണ്ടാവുന്നില്ലെങ്കിൽ ജോസ് കെ മാണി മുന്നണി മാറാനുള്ള സാധ്യതയും അല്പം വിദൂരാണെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഇനി അഥവാ അദ്ദേഹം വിട്ടുവന്നാൽ അദ്ദേഹത്തിന്റെ പാലാ മണ്ഡലം വിട്ടുകൊടുക്കാൻ മാണി സി കാപ്പൻ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പിന്നെ സുരക്ഷിത ഒരു മണ്ഡലം ഉള്ളത് കടുത്തുരുത്തിയാണ്. അവിടെ മോൻസ് ജോസഫിന്റെ ഒരു തട്ടകമാണ്. അദ്ദേഹം ആ സീറ്റും വിട്ടുകൊടുക്കാൻ തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ കോട്ടയം ജില്ലയിൽ അദ്ദേഹത്തിന് ഏറ്റുമാനൂർ സീറ്റിൽ മത്സരിച്ചാൽ അത് VN വാസവൻ ഇപ്പൊ സ്വന്തമാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ CPM സ്വന്തമാക്കിയിട്ടുള്ള ഒരു മണ്ഡലമാണ്. VN വാസവൻ വളരെ സുരക്ഷിതമായിട്ട് അവിടെ ജയിക്കുന്നുമുണ്ട്. അപ്പൊ അദ്ദേഹം CPM ഒരുപക്ഷെ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ പിന്നെ ഇടുക്കി ജില്ലയിലേക്ക് മാറിയാലും ജോസ് കെ മാണിക്ക് ഇപ്പൊ റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം ഒഴിച്ചാൽ തൊടുപുഴയിൽ നിർത്താന്ന് വെച്ചാൽ അത് സേഫ് ആയിട്ടുള്ള അവിടെ ജോസഫിന്റെ തട്ടകാണ്. അപ്പൊ ഈ സാഹചര്യത്തിൽ മലബാറിലെ പ്രധാന കുടിയേറ്റ മേഖലയായ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സ്വാധീനം ഗണ്യമായിട്ടുള്ള തിരുവമ്പാടി പോലുള്ള ഒരു മണ്ഡലം വെച്ച് നീട്ടിയാൽ ജോസ് കെ മാണിക്ക് സുരക്ഷിതമായിരിക്കും. ജോസ് കെ മാണിയെ നിർത്തി വിജയിപ്പിക്കാൻ പോകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് തിരുവമ്പാടി വിലയിരുത്തപ്പെടുന്നുണ്ട്. അപ്പൊ തിരുവമ്പാടിക്ക് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യമുണ്ട്. ലീഗിനും പ്രാധാന്യമുണ്ട്, കോൺഗ്രസിനും UDF-നും പ്രാധാന്യമുണ്ട്, കോൺഗ്രസിനും പ്രാധാന്യമുണ്ട്. ഇനി ജോസ് കെ മാണിയുടെ പാർട്ടി ഏതെങ്കിലും കാരണവശാൽ മുന്നണി മാറാൻ ചിന്തിച്ചാൽ അദ്ദേഹത്തിന് സുരക്ഷിതമായ ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് വെച്ച് നീട്ടാൻ പറ്റിയ ഒരു മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ജോർജ് പൊടിപ്പാറ, ആ ആലോചനയിൽ രസകരമായി തോന്നിയത് ഈ മാണി സി കാപ്പനെ പിണക്കാൻ ആഗ്രഹിക്കാതെയുള്ള ഒരു ആലോചന UDF-ൽ കോൺഗ്രസിൽ നടക്കുന്നു എന്നതാണ്. അവിടെയാണ് പാലായിൽ കാപ്പൻ തന്നെ പകരം തിരുവമ്പാടി
എന്നത്. കാരണം ഒരുപക്ഷേ ഈ മുന്നണി മാറ്റ ചർച്ചകളിൽ ഒരുപക്ഷെ ആദ്യം ഉയർന്നു വരാൻ സാധ്യതയുള്ളത് പാലയിൽ സീറ്റ് തിരികെ വേണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യമാണ് UDF-ലേക്ക് വന്നാൽ. പാല നമ്മൾ വിചാരിക്കുന്ന അത്രയും സേഫ് അല്ല ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം. അതായത് മാണി സാറിന്റെ മണ്ഡലമാണ്, കേരള കോൺഗ്രസിന്റെ എന്താ പറയുക ഒരു വത്തിക്കാൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ പറയുന്ന ഒരു മണ്ഡലമാണെങ്കിൽ പോലും ജോസ് കെ മാണിയെ വ്യക്തിപരമായി ചിന്തിച്ചാൽ ജോസ് കെ മാണിക്ക് അത്ര സുരക്ഷിതമായ ഒരു മണ്ഡലം അല്ല ഇത്. ഞാൻ വിചാരിക്കുന്നു പാലായേക്കാൾ കുറച്ചുകൂടി സുരക്ഷിത അദ്ദേഹത്തിന് കടുത്തുരുത്തിയാണ്. അവിടെയാണ് കേരള കോൺഗ്രസ് കുറെ കൂടി ശക്തമായിട്ടുള്ളത്. മാത്രമല്ല ഈ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിൽ മണ്ണ് മുതൽ ബ്ലെൻഡ് ചെയ്യാത്ത, അതായത് ശരിയായ അർത്ഥത്തിൽ അവർ ഒരു മുന്നണിയെ മത്സരിക്കുമ്പോഴും ഒരു ഹാർമോണിയസ് ബ്ലെൻഡിങ് ഇല്ലാത്തൊരു സ്ഥലമാണ് പാല. ജോസ് കെ മാണി മത്സരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരുപാട് നെഗറ്റീവ് വോട്ടുകൾ വരുന്നു. കോൺഗ്രസ്സുകാർ പലപ്പോഴും പൂർണ്ണമായ രീതിയിൽ വോട്ട് ചെയ്യാറില്ല. അത് തന്നെയാണ് ജോസ് കെ മാണി ഇടതുമുന്നണി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തുള്ളവരും പൂർണ്ണമായിട്ടും ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യാറില്ല. അങ്ങനെയാണ് മാണി സി കാപ്പനും ഒക്കെ ജയിച്ചു വരുന്നത്. അല്ലാതെ കേരള കോൺഗ്രസിന് വോട്ടില്ലാത്തതുകൊണ്ടോ കോൺഗ്രസിന് വോട്ടില്ലാത്തത് കൊണ്ടോ ഒന്നും അല്ല. യഥാർത്ഥത്തിൽ ജോസ് കെ മാണി ഇരു മുന്നണിയിൽ മത്സരിക്കുമ്പോഴും ആ മുന്നണിയുടെ മുഴുവൻ വോട്ടുകളും അതേപടി ജോസ് കെ മാണിക്ക് പോൾ ചെയ്യപ്പെടുന്നില്ല. വേറെ ആരെങ്കിലും നിന്നാൽ കിട്ടുന്ന അത്രയും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ചില ഘട്ടങ്ങളിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അതായത് കെ കരുണാകരന്റെ ഫാമിലി തൃശ്ശൂർ മണ്ഡലത്തിൽ നിൽക്കുമ്പോൾ അവരേറ്റവും സ്നേഹിക്കുന്ന, അവരേറ്റവും വിശ്വസിക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ മണ്ഡലങ്ങൾ. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് കെ മുരളീധരൻ വടക്കഞ്ചേരി തോൽക്കുന്നു, പത്മജ തുടർച്ചയായിട്ട് തൃശ്ശൂർ തോൽക്കുന്നു. ഇപ്പോൾ കെ കരുണാകരൻ തന്നെ തൃശ്ശൂർ പാർലമെന്ററി മണ്ഡലത്തിൽ തോൽക്കുന്നു. ഇപ്പോൾ വീണ്ടും കെ മുരളീധരൻ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ തോൽക്കുന്നു. അപ്പോൾ ഒരു പരിധി വരെ ഞാൻ നിരീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ടി അങ്ങേറ്റം കൂറുള്ള വോട്ടർമാർ ധാരാളം ഉണ്ട് ഈ കരുണാകരൻ കുടുംബത്തിന്റെ തൃശ്ശൂർ. പക്ഷെ നെഗറ്റീവ് വോട്ടും ധാരാളം ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നഷ്ടം സംഭവിക്കും. ഇത് തന്നെയാണ് പാലായിൽ ജോസ് കെ മാണിക്കും സംഭവിക്കുന്നത്. അദ്ദേഹത്തിന് താല്പര്യമുള്ള, അദ്ദേഹത്തിന് തന്നെ ഒഴിച്ച് വേറെ ആർക്കും വോട്ട് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കേരള കോൺഗ്രസ് അത്തിക്ക് പിടിച്ച ആളുകളുണ്ട്. പക്ഷെ അതുപോലെ തന്നെ ജോസ് കെ മാണി നിന്നാൽ വോട്ട് ചെയ്യാത്ത ആളുകളും അവിടെ ഉണ്ട്. നെഗറ്റീവ് വോട്ടുകളും ധാരാളം ഉണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും അവിടെ വിജയിച്ച് കയറാത്തത്. ഇത് ജോസ് കെ മാണി എത്ര കണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് അറിയില്ല. പക്ഷെ അതൊരു വസ്തുതയാണ്. രാഷ്ട്രീയമായിട്ട് നിരീക്ഷിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റിയ മണ്ഡലം, പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണം കുറയുള്ളൂ, അങ്ങനെയൊരു വസ്തുതയുണ്ട്. സ്വന്തം തട്ടകത്തിൽ ഓവർ എക്സ്പോഷറിന്റെ ഫലമായിട്ട് പലപ്പോഴും വോട്ടർമാർക്ക് ഒരു താല്പര്യക്കുറവ് വരും. അതായത് കെ എം മാണി 50 വർഷത്തിലധികം മത്സരിച്ച മണ്ഡലം, പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ തുടർച്ചയായിട്ട് മത്സരിക്കുന്നു. ഒരേ മുഖങ്ങളും ഒരേ കുടുംബാംഗങ്ങളും കണ്ട് വോട്ടർമാർക്ക് വരുന്നൊരു വിരക്തിയുണ്ട്, ഒരു ഇനർഷ്യയുണ്ട്. ആ ഇനർഷ്യ ചിലപ്പം ദോഷകരമായിട്ട് ബാധിക്കും. നേരെ മറിച്ച് തിരുവമ്പാടിയിലേക്ക് പോയാൽ അങ്ങനെ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല. അവിടെ ജോസ് കെ മാണി ഒരു വലിയ എന്താ പറയാ ഒരു സ്റ്റാൾവാർട്ടാണ്, വലിയ സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അദ്ദേഹത്തിന് വോട്ട് ചെയ്യാനൊരു താല്പര്യം കൂടും. അദ്ദേഹം സുരക്ഷിതമായിട്ട് തിരുവമ്പാടിയിൽ ജയിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഒരുപക്ഷെ ജോസ് കെ മാണി വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു ഘടകം, അല്ലെങ്കിൽ ഈ സുരക്ഷിത മണ്ഡലം അദ്ദേഹത്തിന് വാഗ്ദാനം ചെയ്യപ്പെടും എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം വേറെ തീരുമാനം എടുക്കുമ്പോൾ അത് അദ്ദേഹത്തെ സ്വാധീനിച്ചേക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി.